ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ? പൂക്കളൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം കുറച്ചായതേ ഉള്ളൂ. ഇനിയും പല പല ടൈപ്പ് പൂക്കളൊക്കെ കാണും ഇച്ചിരൂടെ കഴിയുമ്പം. അപ്പം നമ്മളെന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് വെളിയിലിറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ റീസണൊക്കെ പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. എന്നാലും എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ നമ്മൾ വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ചിരുന്നു. കാര്യമൊക്കെ അവർക്ക് അവിടെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും വിചാരിച്ചിരുന്ന കാര്യം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്തു. നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ഫെബ്രുവരി ടൈമിൽ വാലൻറ്റൈൻസ് ഡേയുടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആയത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വലിയ ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പം മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാത്തത് ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നമ്മൾ നാട്ടിലേക്ക് കൊറിയർ അയച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് ക്രാഫ്റ്റ് സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും നാട്ടിൽ ചെന്നിട്ട് വീണ്ടും ഒന്നിന്ന് തുടങ്ങാം. അപ്പം നല്ല നല്ല പുതിയ പുതിയ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് മെയിനായിട്ട് ഇറങ്ങിയതിൻ്റെ റീസൺ മോൾക്ക് പോകുന്നതിന് മുമ്പ് മോൾക്ക് 5-6 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഔട്ടിങ് ഷോപ്പിംഗ് എല്ലാം അവരെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് വിടാമെന്ന് വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കയറി കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി. അപ്പം നെക്സ്റ്റിൽ കയറിയപ്പം കണ്ടാണിത്. നമ്മൾ ക്രോഷ്യോ പഠിച്ചു തുടങ്ങിയ പിന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ എവിടെ കണ്ടാലും നോക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഇതൊന്ന് അടുത്ത് ഇങ്ങനെ ഷോപ്പിൽ പോയി കാണാൻ പറ്റി. നല്ല വിലയുണ്ട്. എന്നാലും ഈ സ്റ്റിച്ചൊക്കെ കൊള്ളാൻ നല്ല ഭംഗിയുണ്ട് ചെയ്തെടുക്കാൻ. നമുക്കിതൊക്കെ പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റിയ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നി. എങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിച്ചെടുക്കണമെന്നൊരു ആഗ്രഹത്തോടെ വെച്ച് തോന്നി. പല ടൈപ്പ് സ്റ്റിച്ചസും പല ടൈപ്പ് സ്വെറ്റേഴ്സും ഒക്കെ കണ്ട് അവിടെ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് അങ്ങ് പോയി കുറേ നേരം അവിടെ നിന്ന്. എന്തായാലും ഈ പൂക്കളുടെ ഡിസൈനൊക്കെ കണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്ന് എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നവർ നല്ലപോലെ ക്ഷമയോടെ ചെയ്യുന്നതല്ലേ. ഇതിനെന്തായാലും നല്ല വില വരും. അപ്പോൾ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്ര ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നതല്ലേ. എന്നാലും പഠിച്ചെടുക്കണം. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം അടിപൊളിയാക്കി പിള്ളേരെല്ലാം ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം രാവിലെ നല്ല ക്ലൈമറ്റിലാണ് പോയത്. ഇപ്പം തിരിച്ചു വരാറായപ്പോഴത്തേക്കും നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്